Next, a very important thing, parallel axis theorem. നല്ല ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. നോക്കൂ, നമുക്കൊരു ബോഡി എടുക്കാം. നിങ്ങൾ നോക്കൂ, ഇതൊരു ബോഡിയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഇവിടെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. ഇതുവഴി ഒരു ആക്സിസ് ഞാൻ കയറ്റി. ഓക്കെ, ഈ ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് എൻ്റെ ജോലി. ഒരു ബോഡിയാണ്, ആ ബോഡിയെ ഏതെങ്കിലും ഒരു ആക്സിസ് വഴി കറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു ആക്സിസ് കയറ്റി വെച്ചു. ആ ആക്സിസ് വഴി കറക്കുമ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ലൊക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ആക്സിസിന് പാരലലായിട്ട് അതുവഴി ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു. ഈ ആക്സിസ് വഴി ബോഡിയെ കറക്കുമ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എനിക്കറിയാം. അതിൻ്റെ ആൻസറാണ് ICM. എന്താണ് ICM? ഇനി ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഈ ദൂരം A ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ I കാണാൻ പറഞ്ഞാൽ ICMൻ്റെ ആൻസറും മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു A² തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. ഈ തിയറത്തിന് പറയുന്ന പേരാണ് പാരലൽ ആക്സിസ് തിയറം. ഒന്നുമില്ല, നമ്മുടെ കസ്റ്റഡിയിൽ ഒരു ബോഡി ഉണ്ടായിരുന്നു. ഇതാണ് ബോഡി. ഓക്കെ, ഈ ബോഡിയെ എനിക്ക് തന്നെ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഈ ആക്സിസ് വഴി കറക്കുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതാണ് ജോലി. അതിന് ആദ്യം ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്തു. എന്നിട്ട് അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തു. അതുവഴി ഈ ആക്സിസിന് പാരലായിട്ട് ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ ആക്സിസ് വഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എനിക്കറിയാം. ഈ ആക്സിസ് വഴി എനിക്ക് ബോഡിയെ കറക്കാം. ആ ആക്സിസ് വഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എനിക്ക് അറിയാം. അതിൻ്റെ ആൻസർ എത്രയാ? ICM. രണ്ട് ആക്സിസും തമ്മിലുള്ള ഈ ദൂരം AU ആണെങ്കിൽ I കാണാൻ വേണ്ടി ICMൻ്റെ ആൻസറും മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദിസ് ഡിസ്റ്റൻസ് ആഡ് ചെയ്താൽ മതി. ഈ തിയറം ഈസ് നോൺ ബൈ ദ നെയിം പാരലൽ ആക്സിസ് തിയറം. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വാട്ട് ഈസ് പാരലൽ ആക്സിസ് തിയറം? Moment of inertia of a body about any axis is a sum of what? Moment of inertia about a parallel axis through center of mass and product of mass of the body and the square of distance between the axes എന്നാണ്. ഒന്നുകൂടെ, moment of inertia of a body about any axis is a sum of what? Moment of inertia about a parallel axis through center of mass and product of what and what? Mass of the body and the square of distance between the axes. This theorem is known as parallel axis theorem. Once again, moment of inertia of a body about any axis is a sum of moment of inertia about a parallel axis through center of mass and product of mass of the body and the square of distance between the axes എന്നാണ്. This is called parallel axis theorem. So state parallel axis theorem. നിങ്ങൾ പറയൂ, what is parallel axis theorem? Moment of inertia of a body about any axis is a sum of what? Moment of inertia about a parallel axis through center of mass and product of what and what? Mass of the body and the square of distance between the axes. This is known as parallel axis theorem. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇത് നന്നായിട്ട് കാണാതെ പഠിച്ചു വയ്ക്കണം. ഇനി അടുത്ത ഒരെണ്ണം, അടുത്തൊരു തിയറത്തിൻ്റെ പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്താ പേര്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്ലെയിൻ ലാമിന എടുക്കുക. എന്താണ് പ്ലെയിൻ ലാമിന? ബോഡി എന്ന് പറയാൻ പാടില്ല. പ്ലെയിൻ ലാമിനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തിയറമാണ് എന്തോന്ന്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ അവിടെ ഒരു പ്ലെയിൻ ലാമിന എടുക്കുക, പരന്നിരിക്കുന്ന ഒരു സാധനം എടുക്കുക, എന്തെങ്കിലും ഒരു സാധനം. ഓക്കെ, ഇത് പരന്നിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പേപ്പർ ഇന്ന് ഈ ഷേപ്പിൽ വെട്ടിയെടുത്താണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ കണ്ടേ ഈ പേപ്പറിൽ രണ്ട് ആക്സിസ്, രണ്ട് ഈർക്കിൽ ഒട്ടിച്ച് വെച്ചെന്ന് വെച്ചോ. രണ്ട് ഈർക്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഒട്ടിച്ച് വെച്ചെന്ന് വെച്ചോ. ഒരു പേപ്പർ എന്ന് എന്തെങ്കിലും ഒരു റെഗുലർ ഷേപ്പിൽ ഒരു സാധനം വെട്ടിയെടുക്കുക, അതിൽ ഇതുപോലെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് രണ്ട് ഈർക്കിൽ ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട്
ഈ ഇയർക്കിളിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിനെ കറക്കാം. അപ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IX ആണെന്ന് ഇരിക്കട്ടെ. ഈ ഇയർക്കിളിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിനെ കറക്കാം. അപ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IY ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിൽ ഇതിൻ്റെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് എടുക്കുക. ഈ ആക്സിസ് വഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് എനിക്ക് കാണേണ്ടത്. ഈ ആക്സിസ് വഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറഞ്ഞാൽ ഈ IXൻ്റെ ആൻസറും IYയുടെ ആൻസറും കൂടെ ആഡ് ചെയ്താൽ മതിയാകും. ഈ തിയറത്തിനെ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഒന്നുകൂടെ, ഒരു കാര്യമില്ല, നിങ്ങൾ ആദ്യം ഒരു പ്ലെയിൻ ലാമിന എടുക്കുക. ഇതൊരു പ്ലെയിൻ ലാമിനയാണ്. ഓക്കെ, പരന്നിരിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പ്ലെയിനിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ഈർക്കിലൊട്ടിക്കുക. ഈ ഈർക്കിലിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ ഇതിനെ കറക്കാം. കറക്കി കഴിഞ്ഞാലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IX ആണ്. ഈ ഈർക്കിലിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ ഇതിനെ കറക്കാം. അപ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IY ആണ്. രണ്ട് ഈർക്കിലോട് മീറ്റ് ചെയ്യുന്ന പോയിന്റാണിത്. അവിടെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ആക്സിസ് എടുക്കുക. ഈ ആക്സിസ് വഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് എനിക്ക് വേണ്ടത്. I കാണാൻ വേണ്ടി IXൻ്റെ ആൻസറും IYയുടെ ആൻസറും കൂടെ ആഡ് ചെയ്താൽ മതിയാകും. ദിസ് തിയറം ഈസ് നോൺ ആസ് perpendicular axis theorem. So what is perpendicular axis theorem? പറയൂ. Moment of inertia of a plane lamina. Moment of inertia of a plane lamina about an axis perpendicular to the plane is a sum of moment of inertia about two mutually perpendicular axes on the plane which meet at the point where perpendicular axis meets the lamina എന്നാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് മറ്റേ ആക്സിസ് ഒന്ന് മീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് വാട്ട് ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന about an axis perpendicular to the plane is a sum of moment of inertia about two mutually perpendicular axes on the plane which meet at the point where perpendicular axis meets the lamina. This is perpendicular axis theorem. Once again, moment of inertia of a plane lamina about an axis perpendicular to the plane is a sum of moment of inertia about two mutually perpendicular axes on the plane which meet at the point where perpendicular axis meets the lamina. This is called perpendicular axis theorem. അപ്പോൾ നമ്മൾ എത്ര തിയറം പഠിച്ചു? രണ്ട് തിയറം പഠിച്ചു. ഇപ്പോൾ രണ്ട് തിയറവും ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാണ്, ഇതെല്ലാം എറൈസ് ചെയ്തിട്ട്. ആദ്യത്തെ തിയറം എന്താണ്? ഫസ്റ്റ് ഒരു ബോഡി എടുക്കുക അല്ലേ. ആ ബോഡി എടുത്തിട്ട് ആ ബോഡിയിൽ ഇഷ്ടമുള്ളൊരു സ്ഥലത്തൂടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് അതിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ബോഡിയെ. ഈ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് യു ലൊക്കേറ്റ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ആ ആക്സിസ് അവിടെ കൂടെ ഇതിന് പാരലായിട്ട് വേറൊരു ആക്സിസ് കൺസിഡർ ചെയ്തു. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM എന്ന് എനിക്കറിയാം. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം A ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ I കാണാൻ പറഞ്ഞാൽ ICMന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ തിയറമാണ് പാരലാക്സിസ് തിയറം. അടുത്തെന്താണ്? ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന സാധനം, പരന്നിരിക്കുന്ന ഒരു സാധനം, അതിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് എടുക്കുക. ഓക്കെ, ആ പ്ലെയിനിൽ. ഇനി അടുത്ത ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IXും ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IY ആണെന്ന് ഇരിക്കട്ടെ. ഇനി ഈ രണ്ട് ആക്സിസും പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ആക്സിസ് എടുക്കുക. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ IXും IYയും കൂടെ ആഡ് ചെയ്താൽ മതി. ദിസ് തിയറം ഈസ് കോൾഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ എത്ര തിയറമായി? രണ്ട് തിയറമായി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലേ പറ്റൂ. സോ വൺസ് അഗൈൻ, വാട്ട് ഈസ് പാരലാക്സിസ് തിയറം? പാരലാക്സിസ് തിയറം പറയൂ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഈസ് എ സം ഓഫ് വാട്ട്? Moment of inertia about a parallel axis through center of mass and product of what and what? Mass of the body and the square of distance between the axes. അടുത്തെന്താണ്? What is perpendicular axis theorem? Moment of inertia of a plane lamina about an axis perpendicular to the plane is a sum of moment of inertia about two mutually perpendicular axes on the plane which meet at a point where perpendicular axis meets the lamina. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിതിൻ്റെ ഓരോ ആപ്ലിക്കേഷൻസിലേക്ക് കടക്കാം. ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ്
about an axis through center and perpendicular to plane. നമുക്കൊരു റിങ് എടുക്കാം. ഓക്കെ, ആ റിങ്ങിനെ ഇപ്പോൾ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ റിങ് ഇതാ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. നോക്കൂ, ഇതാണ് നിങ്ങളുടെ റിങ്. ഓക്കെ, അപ്പോൾ റിങ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഐഡിയ കിട്ടിയാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയല്ലേ റിങ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് എടുക്കുക. ഓക്കെ, ഈ ആക്സിസ് സെൻറ്ററിൽ കൂടെയാണ് പോകുന്നത്. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കണ്ടുപിടിക്കാം, സിമ്പിൾ കേസാണ്. ഇതിൻ്റെ ഈ റിങ്ങിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അപ്പം മാസ് എമ്മും റേഡിയസ് ആറും ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ പറയാം. ഇതിൽ ഇതാണ്ട് ഒരു കൊച്ചു എലിമെൻ്റ് എടുക്കുക. ഇതിൻ്റെ ഒരു കൊച്ചു പാർട്ട് എടുക്കുക കേട്ടോ. ഈ പാർട്ടിൻ്റെ മാസ് എന്ന് പറയുന്നത് M1 ആണ്. ഈ പാർട്ടിൻ്റെ മാസ് എത്ര? M1 ആണ്. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഈ പാർട്ടിൻ്റെ മാസ് ഒരു പാർട്ടിക്കിൾ എടുക്കുക. ഈ പാർട്ടിക്കിളിൻ്റെ മാസ് M1 ആണ്. ഈ ദൂരം എത്രയാ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? ഈ ആക്സിസ് വഴി ഇതിനെ കറക്കുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പോവാണ്. ഈ പാർട്ടിക്കിളിൻ്റെ മാത്രം മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര വരും? നമുക്കറിയാം, മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പോൾ M1 × r² എന്നാണ്. ഓക്കെ, ഇനി ഇതേപോലെ ഇപ്പുറത്തൊരു പാർട്ടിക്കിൾ എടുക്കുക. അതിൻ്റെ മാസ് M2 ആണ്. അതും എത്ര ഡിസ്റ്റൻസിലാണ്? r ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അവൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? M2 × r². തൊട്ടപ്പുറത്തുള്ള വേറെണ്ണം അവൻ്റെത് M3 × r². അങ്ങനെ ഈ റിങ് മൊത്തം എടുത്തൂടെ? സോ വാട്ട് ഈസ് എ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ? അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ റിങ് ആയി. അപ്പോൾ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ M1 r² പ്ലസ് M2 r² പ്ലസ് M3 r² പ്ലസ് എക്സെട്ര എന്നെടുത്തൂടെ? അപ്പോൾ I = എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് അങ്ങോട്ട് എടുക്കുക, r². ബാക്കി പറയൂ, M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര എന്നല്ലേ. ഇനി I = ഈ M1 M2 M3 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ റിങ്ങിൻ്റെ മൊത്തം മാസായ M കിട്ടില്ലേ? അപ്പോൾ M ആയി, ബാക്കി r². ആൻസർ ആയി. So what is the moment of inertia about the axis? So I = mr². ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ കേസാണ്. ഇപ്പോൾ എന്തെങ്കിലും തോന്നിയോ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഞാൻ പറയാം, ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. Listen properly. So once again, you consider a ring. Okay, its mass is M, its radius is R. No doubt. This is the center of the ring. No problem. Then you consider an axis like this. Okay, it is an axis through the center and perpendicular to plane. No problem. Then say you consider a particle here. Its mass is M1. What is the distance from axis? So it is R. So what is the moment of inertia of this particle? It is M1 r². Then you consider a neighboring particle. Its mass is M2. Its distance is also R. So what is its moment of inertia? M2 r². So like that you can consider so many particles. So what will be the moment of inertia of the ring? So it will be equal to moment of inertia of the first particle plus second particle plus third particle plus etc. Okay, so what is the moment of inertia of the first particle? M1 r² plus second particle M2 r², third particle M3 r² plus etc. Am I right? So I = so r² common, balance M1 plus M2 plus etc. Am I right? So I = M1 plus M2 plus M3 plus etc. gives a total mass of the ring. So it is capital M, then r². So what is the moment of inertia of the ring? So I = mr². അപ്പോൾ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? I = mr². എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ റിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടെ അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് എടുത്തിട്ട് ആ ആക്സിസിനെ ബേസ് ചെയ്ത് നിങ്ങൾ റിങ്ങിനെ കറക്കിക്കോളൂ. കറക്കിയാൽ വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ? I = mr². ഇല്ലാതാക്കരുത്. സോ ഒന്നുകൂടെ ഞാൻ പറയും. So listen properly, clearing everything. So listen here. This is your ring. Okay, its mass is M, its radius is R. This is the center of it. So this is an axis through center and perpendicular to plane. You are rotating this ring about this axis. We want to calculate the moment of inertia. Okay,
Then for that you consider one particle here. Its mass is m1. It is at a distance r. Am I right? So what will be the moment of inertia of this particle? It will be moment of inertia mr square, m1 r square. So you consider a similar particle here. So its mass is m2. Its distance is also r. So what will be its moment of inertia? m2 r square. So in a similar way you can consider so many particles. So what will be the total moment of inertia? Is equal to m1 r square plus m2 r square plus m3 r square plus etc. Am I right? So I is equal to, say, r square common, balance inside. So m1 plus m2 plus etc. Am I right? So I is equal to m1 plus m2 plus m3 plus etc. gives total mass of the ring. So it is equal to m into r square. This is a moment of inertia of the ring about an axis through center and perpendicular to plane. ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ? നല്ല എളുപ്പമല്ലേ? അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതെല്ലാം റൈസ് ചെയ്യാണ്. ആൻസർ മനസ്സിൽ വേണം. സോ വാട്ട് ഈസ് എ ഫൈനൽ ആൻസർ? mr സ്ക്വയർ എന്നാണ്. അപ്പോൾ ഞാനിവിടെ വരച്ചു വെച്ചേക്കാം. സോ ദിസ് ഈസ് യുവർ റിംഗ്, നോ പ്രോബ്ലം. സോ ദിസ് ഈസ് എ സെൻറ്റർ. സോ ദിസ് ഈസ് എ മെയിൻ ആക്സിസ്. സോ യു ആർ റൊട്ടേറ്റിംഗ്. സോ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്? ഇറ്റ് ഈസ് mr സ്ക്വയർ, നോ പ്രോബ്ലം. നൗ see the same ring, okay. Then see, shall I consider a tangent here? So this is a tangent, okay. This is a tangent. So what is the speciality of the tangent? നമ്മുടെ റിംഗ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഒരു എഡ്ജിൽ നമ്മളൊരു ടാൻജൻറ്റ് കൺസിഡർ ചെയ്തു. ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടാൻജൻ്റ് ആണ്. നമുക്ക് വേറെയും ടാൻജൻറ്റ് എടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ റിംഗ് ഇരുന്നാൽ അതിൻ്റെ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ആ പ്ലെയിനിൽ തന്നെയുള്ള ടാൻജൻറ്റ് എടുക്കാം. ഇവിടെ എടുക്കുന്നത് ആ ടാൻജൻറ്റ് അല്ല, ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണ്. അപ്പം ഒന്നുകൂടെ നോക്കൂ, ഇതാണ് നമ്മുടെ റിംഗ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ബോധം വേണം. അതിൻ്റെ ഈ വരച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ടാൻജൻ്റ് ആണ്, ഓക്കെ. ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണ്. ഇതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ടാൻജൻ്റ് ആണ്. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിച്ചോളാൻ വയ്യാതിരിക്കുകയാണ്, കണ്ടുപിടിക്കും ഞാൻ. അപ്പം അതിനുവേണ്ടി ഞാൻ പാരലാക്സിസ് തിയറമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഏത് തിയറം? പാരലാക്സിസ് തിയറം. പാരലാക്സിസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഞാൻ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ആദ്യം ഞാൻ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യണം. ഇതാണല്ലോ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ലൊക്കേറ്റ് ചെയ്തു. ഇനി അതുവഴി ഇതിന് പാരലായിട്ട് ഒരു ആക്സിസ് എടുത്തു. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ഞാൻ ICM എന്നാണ് വിളിച്ചത് അല്ലേ? ഇതിൻ്റെ ആൻസർ എനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം എന്താണ് mr സ്ക്വയർ. ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയാം, mr സ്ക്വയർ എന്നാണ്. ഓക്കെ, ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ദൂരം എനിക്ക് അറിഞ്ഞൂടെ? A ആണ്. A ഇവിടെ r അല്ലേടാ? ആണ്. ഇനി ഞാൻ പാരലാക്സിസ് തിയറം പ്രയോഗിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞാലേ ഉപയോഗിക്കൂ. പറയൂ. പാരലാക്സിസ് തിയറം ഉപയോഗിക്കുക. I കാണാൻ എന്ത് ചെയ്യണം? ICMൻ്റെ ആൻസറും MA സ്ക്വയറും കൂടെ ആഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ I ഈസ് ഈക്വൽ ടു ICMൻ്റെ ആൻസർ പറ, mr സ്ക്വയർ എന്നാണ്. mr സ്ക്വയർ പ്ലസ് m ഇൻറ്റു A സ്ക്വയർ. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ r സ്ക്വയർ ആണ്. അപ്പോൾ അത് ആൻസർ കിട്ടിയുടെ I ഈസ് ഈക്വൽ ടു mr സ്ക്വയറും കൂടെ എത്ര mr സ്ക്വയർ? 2mr സ്ക്വയർ എന്നാണ്. അടിപൊളി. അപ്പോൾ എനിക്കത് ആൻസർ കിട്ടിയിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ്റെ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. I ഈസ് ഈക്വൽ ടു എത്ര? 2mr സ്ക്വയർ എന്നാണ്. ഞാൻ ഒന്നുകൂടെ എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചു തരട്ടെ. ഒരു പുണ്ണാക്കില്ല, സിമ്പിൾ കേസാണ്. സോ ലിസൺ പ്രോപ്പർലി. സോ ഒന്നും കൂടെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സെയിം റിംഗ് ആണ്. നോക്കിക്കോളൂ, സെയിം റിംഗ്. സോ ലിസൺ പ്രോപ്പർലി. ദിസ് ഈസ് അവർ റിംഗ്. ഓക്കെ. See, shall I consider a tangent here? So this is a tangent, okay. Tangent perpendicular to plane. Shall I rotate about this axis? Okay, I want to find the moment of inertia. Am I right? So for this, which theorem should I use? I should use parallaxis theorem. So I must locate center of mass. Okay, then I must consider a parallaxis. Okay, this is a parallaxis. Then moment of inertia about this axis I know. I call it by the name ICM. Its answer I know. So what is answer? Its answer is mr square. Am I right? Then the distance between the two axes is known by the general name A. What is the answer of A here? It is r. Then by parallel axis theorem one can write I equal to ICM plus MA square. No problem. So I equal to, what is the answer of ICM? It is mr square
plus m into what is a square here? It is r square. So you are getting your answer I is equal to 2mr square. Got the answer? അപ്പോൾ അടിപൊളിയല്ലേ? ആൻസർ കിട്ടിയില്ലേ? ഒന്നുകൂടെ ഞാൻ പറയും, നിങ്ങളുടെ സഹായത്താൽ ഞാൻ പറയും. ഓക്കെ, പെട്ടെന്ന് എനിക്ക് പറഞ്ഞു തരണം. So listen. So this is your ring. Okay, this is a tangent. Am I right? Then this is a tangent perpendicular to plane of the ring. Am I right? I am going to rotate the ring about this axis. So I want to find the moment of inertia. For this I should use Parallax theorem. So first I must locate center of mass. Located the center of mass. Then I must consider a parallax. So parallel to this you consider here. Okay, so considered. Then what is the moment of inertia about this axis? It is generally known by the name ICM. Its answer I know the answer. What is it? mr square. Then the distance between the two axes is generally known as a. So it is r here. Am I right? Then by Parallax theorem one can write I equal to ICM plus ma square. Am I right? So I equal to, what is the answer of ICM? mr square. So mr square plus m, what is a square? It is r square. So you are getting your answer I equal to 2mr square. മനസ്സിലായോ? അപ്പോൾ അടിപൊളിയല്ലേ? അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. സോ നിങ്ങൾ രണ്ടാമത്തെ സാധനം കണ്ടുപിടിച്ചു. അപ്പം ഞാൻ അതും കൂടെ ഇവിടെ ചെറുതായിട്ട് എഴുതിയേക്കാം. സോ റൈസ് ചെയ്ത് കളയുകയാണ്. See, tell me, what is the moment of inertia? What is the moment of inertia about a tangent perpendicular to the plane? Say, tangent perpendicular to plane. What is the answer of it? Say, I is equal to 2mr square. ഇല്ലാതാക്കരുത്. What is answer? 2mr square എന്നാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. അടുത്ത സാധനം നോക്കിക്കോളൂ. ദാ നമ്മുടെ റിങ് ഇവിടെ ഇരിക്കുകയാണ്. ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ബോർഡിൽ അങ്ങ് ഇരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ഇതാണ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ഒരു ഈർക്കിൽ ഒട്ടിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. ഓക്കെ, ഈർക്കിലിനെ ബേസ് ചെയ്ത് എനിക്കിതിനെ കറക്കിക്കൂടെ? ഈ ഈർക്കിലിനെ ബേസ് ചെയ്ത് എനിക്കിതിനെ കറക്കാം. ഓക്കെ, അടുത്ത് ഇതിനെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് വേറെ ഈർക്കിലും കൂടെ ഒട്ടിച്ചു. ഈ ഈർക്കിലിനെ ബേസ് ചെയ്ത് വേണമെങ്കിലും ഇതിനെ നമുക്ക് പിടിച്ച് കറക്കാം, അല്ലേ? കറക്കാം. ഓക്കെ, ഈ രണ്ടും ഡയമീറ്റർ അല്ലേ മക്കളെ? അപ്പോൾ ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ഞാൻ ഐ ഡി എന്ന് വിളിക്കുന്നു. എന്താ വിളിച്ചത് ഐ ഡി എന്ന് വിളിച്ചത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ ആയതുകൊണ്ട്. ഈ ആക്സിസും ഡയമീറ്റർ ആയതുകൊണ്ട് ഈ ആക്സിസ് വഴി കറക്കിയാലും മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ സെയിം ആയിരിക്കും. ഇനി നമ്മുടെ ഈ രണ്ട് ആക്സിസും മീറ്റ് ചെയ്യുന്ന ഈ സ്ഥലം എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്, സെന്ററാണ്. അവിടെ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ആക്സിസ് എടുത്താൽ, ആ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആണെന്ന് എനിക്കറിയാം. അതിന്റെ ആൻസർ നേരത്തെ പഠിച്ചാണ്. എന്താണ്? mr സ്ക്വയർ എന്നാണ്. ഇതിന്റെ ആൻസർ എത്ര? mr സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കൂ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കുകയാണ്. നോക്കിക്കോ, ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഇതും കൂടെ ആഡ് ചെയ്താൽ ആ ആൻസർ കിട്ടുമെന്നല്ലേ ഞാൻ നേരത്തെ പഠിപ്പിച്ചേ. ഇതൊരു പ്ലെയിൻ ലാമിനെ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ പ്ലെയിൻ ആയിട്ടിരിക്കുക. അപ്പോൾ അവിടെ ഐ ഡിയും കൂടെ ആഡ് ചെയ്താൽ എന്തോന്ന് കിട്ടണം? ഐ കിട്ടണം എന്നാണ് തിയറം പറയുന്നത്. ഐ എക്സും ഐ ഒയും കൂടെ ആഡ് ചെയ്താൽ ഐ കിട്ടണം. അതുപോലെ അപ്പോൾ 2ID ആൻസർ എന്താണ്? ഐ എന്നാണ്. അപ്പോൾ 2ID ആൻസർ ഐ എന്താണ്? വട്ട് ഈസ് ഐ? mr സ്ക്വയർ എന്നാണ്. അപ്പോൾ ഐ ഡിയുടെ ആൻസർ എന്ത് വരും? വട്ട് ഈസ് ഐ ഡി? ഐ ഡി ഈക്വൽ ടു mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. കിട്ടിയടാ ഒരു സാധനം. എന്താണ് ഇപ്പോൾ കിട്ടിയത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്ററിന്റെ ആൻസർ ആണ് ഇപ്പോൾ കിട്ടിയത്. ഒരു റിങ്ങിനെ ഇതുപോലെ വെച്ചാൽ അതിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ കറക്കാം. അപ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ കിട്ടി. സിമ്പിളായിട്ട് കിട്ടി. ഏത് തിയറം ഉപയോഗിച്ചു? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിച്ചു. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. പേടിക്കുകയൊന്നും ചെയ്യരുത്, ഒരു പേടിയും ഇവിടെ ഇല്ല. സോ ലിസൺ പ്രോപ്പർലി once again. So listen. അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ ചരിച്ച് വരയ്ക്കാം, സംശയം വരരുത്. So once again, see, this is your ring. Okay, this is a main axis. Okay, this is a main axis. The moment of inertia about this axis, you know what is it? mr square. Then you consider one diameter here. Okay, can you rotate this ring about this? Okay, yes. So moment of inertia about this is named as id. Then you consider another diameter. Okay, can you rotate the ring about that axis? Yes. So moment of inertia about that is also id. So the two diameters are meeting here. Am I right?
From there, our axis. So by perpendicular axis theorem, one can write ID plus ID equal to what? MR square. Am I right? So 2ID equal to what? MR square. Then what will be ID? ID equal to MR square divided by 2. Is it clear? അപ്പോൾ നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ആൻസർ കിട്ടിയോ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്ററിന്റെ ആൻസർ എന്താണ്? MR square by 2. So what is the moment of inertia of a ring about diameter? MR square by 2. ഇല്ലാതാക്കരുത്. Once again. So listen properly. Okay. So listen here. This is your ring. Okay. It is like this now. See, this is a center. Okay. This is a center. So this is a main axis. Moment of inertia about this axis, you know what is answer? MR square. MR square. Okay. Then you consider on diameter here. Okay. Can you rotate ring about that? Yes, yes. So moment of inertia about that is ID. Can I take one mutually perpendicular diameter? Another one? So can I rotate? Yes. So moment of inertia about this is also ID. Why ID? Because both are diameters. Then by perpendicular axis theorem, one can write this plus this equal to that. So ID plus ID equal to what? MR square. Or 2ID equal to what? MR square. Am I right? Or ID equal to MR square divided by 2. So what is the moment of inertia about a diameter? Moment of inertia about diameter is equal to MR square by 2. മനസ്സിലായോ? So which theorem we use here? Perpendicular axis theorem. വല്ല പാടും തോന്നിയട്ടെ? അപ്പം ഞാനത് ഇറൈസ് ചെയ്ത് കളയട്ടെ. അപ്പോൾ അതാ ഇറൈസ് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇങ്ങോട്ട് സൈഡിൽ ഞാൻ വരച്ചു വയ്ക്കാം. സോ നോക്കൂ. See, moment of inertia about diameter. Moment of inertia about diameter is equal to MR square divided by 2. MR square divided by 2. ഇനി ഒരു ആക്സിസ് ഇവിടെ ഉണ്ട്. നോക്കൂ, നിങ്ങളിവിടെ നോക്കൂ. നമ്മുടെ റിംഗ് ആണ്. ഞാൻ ഇപ്പോൾ ബോർഡിൽ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഒരു ടാൻജൻറ്റ് എടുക്കട്ടെ മക്കളെ. ഇതാണ് ടാൻജൻറ്റ്. അപ്പോൾ ഈ ടാൻജൻറ്റിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് റിങ്ങിൻ്റെ പ്ലെയിൻ ഇതല്ലേ? റിങ്ങിൻ്റെ പ്ലെയിൻ ഇതാണ്. ആ പ്ലെയിനിൽ തന്നെയല്ലേ ഇവന് ഇരിക്കുന്നത്? അപ്പോൾ ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. ഈ ആക്സിസ് വഴി എനിക്ക് ഇതിനെ കറക്കിക്കൂടെ? കറക്കാം. അപ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം കേട്ടോ. കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പാരലാക്സിസ് തിയറമാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? പാരലാക്സിസ് തിയറം. സോ ഐ മസ്റ്റ് ലൊക്കേറ്റ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ. ഇതിന് പാരലായിട്ട് ഒരു ആക്സിസ് അവിടെ എടുത്തു. കണ്ടോ? എടുത്തു. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ഞാൻ ICM എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ICM. ഓക്കെ. ഇനി ഇതിന്റെ ആൻസർ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ. ഇത് ഡയമീറ്റർ അല്ലേടാ. ഈ ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇപ്പം അങ്ങോട്ട് പഠിപ്പിച്ചല്ലേ ഉള്ളൂ. എന്താണ്? MR square by 2. അപ്പോൾ ഇതിന്റെ ആൻസർ എനിക്കറിയാം. MR square by 2 ആണ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം A ആണ്. A ഇവിടെ R ആണ്. ഇനി പാരലാക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ പറ. I equal to ICM plus MA square എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ I equal to ICMന്റെ ആൻസർ പറ. MR square divided by 2 എന്നാണ്. പ്ലസ് M into A square. A square ഇവിടെ എന്താണ്? R square ആണ്. നിങ്ങൾ പറയൂ. MR സ്ക്വയറിന് നിങ്ങൾ ചക്ക എന്ന് എടുത്തോളൂ. അപ്പോൾ ഇവിടെ ഹാഫ് ചക്ക പ്ലസ് 1 ചക്ക, 1.5 ചക്ക, 1.5 ചക്ക. അപ്പോൾ I is equal to പറ. 1.5 എന്ന് പറഞ്ഞാൽ 3/2, ചക്ക എന്ന് പറഞ്ഞാൽ MR സ്ക്വയർ. സോ കിട്ടിയുടെ ആൻസർ. സോ വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ? 3/2 MR സ്ക്വയർ. വല്ല പാടും തോന്നിയോ? ഒന്നുമില്ല, പേടിക്കൊന്നും ചെയ്യരുത്. ഒന്നും കൂടെ സിമ്പിളാണ്. സോ ഒന്നും കൂടെ മാച്ച് കളഞ്ഞു. സൊല്യൂഷൻ സി ഞാനിപ്പോൾ വരികയാണ്. എങ്ങനെ? The ring, okay, then this is a tangent in the plane. So tangent in the plane. Tangent in the plane എന്നോ tangent parallel to plane എന്നൊക്കെ വേണമെങ്കിൽ പറയാം. You can rotate the ring about this axis. What is the moment of inertia? It is a question. So for this you first locate center of mass. Okay, so this is a center of mass. Consider a parallax. Okay, you considered a parallax. You can rotate about this axis also. You can rotate your ring about this axis also. Moment of inertia about it is known by the name ICM. What is the answer of ICM? Just now you studied. What is it? MR square by 2. MR square by 2. Okay. Then distance between the two axes is A. A equal to R. By parallax theorem, one can write I equal to ICM plus MA square. Am I right? So I equal to, what is the answer of ICM? MR square by 2 plus M into, what is A square?
r square. So അരച്ചക്ക പ്ലസ് ഒരു ചക്ക ഒന്നര ചക്ക. So I equal to 3/2 mr square. 3/2 mr square. ബുദ്ധിമുട്ടുണ്ടോ? വല്ല പാടുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയും. നിങ്ങളുടെ സഹായത്താൽ നിങ്ങൾ പറഞ്ഞാലേ പറയൂ ഞാൻ. So once again. So what is the next one? See, moment of inertia of a ring about a tangent. Say tangent in the plane. Tangent in the plane. Okay. So you can rotate the ring about this axis. So you want the moment of inertia. So for this you use Parallax theorem. So you locate the center of mass. Consider a parallax is there. So you can rotate the ring about this axis. Moment of inertia about it is ICM. So its answer, you know what is it? mr square by 2. mr square by 2. Then the distance between the two axes is what? A. So here it is r by Parallax theorem. One can write I equal to what? ICM plus ma square. No problem. So I equal to what is answer of ICM? mr square by 2 plus m into what is a square? R square. So you are getting I equal to 3/2 mr square. Is it clear? So what is the final answer? I equal to 3/2 mr square. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഞാൻ ആ സ്ഥലം റൈസ് ചെയ്ത് കളയട്ടെ. So listen properly. See, what is the next one? Moment of inertia about a tangent in the plane. So tangent in the plane. Tangent in the plane. So what is the final answer? So I equal to 3/2 mr square. What is your final answer? 3/2 mr square. അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ mr square, ഇത് 2 mr square, ഇത് ഹാഫ് mr square, ഇത് 3/2 mr square. അപ്പോൾ mr square നമ്മൾ ചക്ക എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ്? ഹാഫ് ചക്ക, ഇത് ഒരു ചക്ക, ഇത് ഒന്നര ചക്ക, ഇത് രണ്ട് ചക്ക. ഓക്കെ, അങ്ങനെ ഓർഡറിൽ ഓർക്കുക. അപ്പോൾ ആദ്യത്തെ ആൻസർ പറ, അരച്ചക്ക, അര mr square. അടുത്ത ഒരു ചക്ക എന്ന് പറഞ്ഞാൽ mr square. അടുത്ത ഒന്നര ചക്ക എന്ന് പറഞ്ഞാൽ 3/2 mr square. അടുത്ത രണ്ട് ചക്ക 2 mr square. ഈ ഓർഡറിൽ ഓർത്ത് വയ്ക്കുക. ഇനി ഇത് ഓരോന്നും എവിടത്തേക്കാണ്? ഹാഫ് ചക്ക വന്നിരിക്കുന്നത് എവിടെയാണ്? നോക്കൂ, ഹാഫ് ചക്ക വന്നിരിക്കുന്നത് എവിടെയാണ്? ഡയമീറ്ററിനെ ബേസ് ചെയ്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ ഈസ് ഹാഫ് ചക്ക. ഇനി അടുത്ത mr square എന്ന് പറയുന്നത് മെയിൻ ആക്സിസിനെ ബേസ് ചെയ്തുള്ളതാണ്. ഇനി 3/2 mr square എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ ആണ്. ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. ഓക്കെ, ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ. ഇനി 2 mr square എന്ന് പറഞ്ഞാൽ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണ്. സോ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. അപ്പൊ നിങ്ങൾക്ക് ഓർഡറിൽ തന്നെ ഓർക്കാം. എന്താണ് ഓർഡർ പറയൂ? ഹാഫ് ചക്ക, വൺ ചക്ക, ഒന്നര ചക്ക, രണ്ട് ചക്ക. ഒന്നുകൂടെ, ഹാഫ് ചക്ക, ഒരു ചക്ക, ഒന്നര ചക്ക, രണ്ട് ചക്ക. ഇനി ഓർഡർ പറയൂ. ആദ്യത്തത് ഡയമീറ്റർ, രണ്ടാമത്തത് മെയിൻ ആക്സിസ്, അടുത്ത ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, അടുത്ത ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. അതല്ലേ ഓർഡർ? ഒന്നുകൂടെ പറയൂ. ആൻസർ പഠിച്ചില്ലേ? സോ വാട്ട് ഈസ് എ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ ഹാഫ് ചക്ക, അടുത്ത മെയിൻ ആക്സിസ് ഒരു ചക്ക, അടുത്ത ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ ഒന്നര ചക്ക, ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ രണ്ട് ചക്ക. ചക്കയ്ക്ക് പകരം mr square. പേടിച്ചോ? അപ്പോൾ ഈ ഫൈനൽ ആൻസറുകൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം, ഡെറിവേഷനും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ കിളിയൊന്നും പോയില്ലല്ലോ. സോ വാട്ട് ഈസ് മെയിൻ ആൻസർ? സോറി, വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ആൻസർ? ഹാഫ് ചക്ക, അടുത്ത് ഒരു ചക്ക, ഒന്നര ചക്ക, രണ്ട് ചക്ക. എവിടെയൊക്കെയാണ്? ആദ്യത്തെ ഡയമീറ്റർ, അടുത്ത മെയിൻ ആക്സിസ്, അടുത്ത ടാൻജന്റ് ഇൻ ദ പ്ലെയിൻ, ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഇനി നമ്മൾ ഓർത്തിരിക്കാനുള്ളത് മെയിൻ ആക്സിസിനെ ബേസ് ചെയ്യാനുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടോ? അതെത്രയാ? mr square ആണ്. അതിൻ്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കും ഡയമീറ്ററിനെ ബേസ് ചെയ്ത്. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പം മെയിൻ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഹാഫ് ആയിരിക്കും ഡയമീറ്ററിനെ ബേസ് ചെയ്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കണം. അപ്പോൾ നല്ല ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ആപ്ലിക്കേഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. ഇത് അത്ര എഴുതി പഠിച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാവൂ. അപ്പോൾ നല്ല സ്മാർട്ടായിട്ട് പഠിച്ചു വരിക. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.